ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നാൾ നെത്തോലി അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പം നല്ല 2 ഓർഡർ കിട്ടി. 1/2 കിലോ വെച്ച് നെത്തോലി അച്ചാർ വേണമെന്നും പറഞ്ഞ് 2 പേർക്ക് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും നെത്തോലി അച്ചാർ ഇടാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. ഒരു 3 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ നെത്തോലി. വൃത്തിയാക്കിയൊക്കെ തീർന്നപ്പോൾ 2 കിലോയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വിരവി ഇത് മിക്സാക്കി നല്ല ഇതാക്കിയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് നേരം വെച്ചാൽ മതി, തോനായിട്ടൊന്നും ഞാൻ വെച്ചില്ല, കുറച്ച് നേരം വെച്ചോളൂ. പക്ഷേ ഇത് നല്ല പാടുള്ള പണിയാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇത്രയും മീൻ ഞാൻ വൃത്തിയാക്കി തീർന്നപ്പോൾ തന്നെ 2 മണിക്കൂർ എടുത്തത് വൃത്തിയാക്കി തീരാൻ, നല്ല വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഇതിനെ പാചകം ചെയ്യാനും അങ്ങനെയായിരുന്നു. ഞാൻ ഫുള്ള് നല്ലെണ്ണയിലാണ് ചെയ്യണം കേട്ടോ. അപ്പം 1 കിലോ നല്ലെണ്ണ വാങ്ങിച്ചിട്ട് പിന്നെ നല്ലെണ്ണ ആദ്യം ഞാൻ പകുതി വീത്തി മീൻ വറുത്ത് കോരി. പിന്നെ കുറച്ച് വറുത്തപ്പോൾ വീണ്ടും എണ്ണ കുറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എണ്ണ വീത്തിയിട്ട് എങ്ങനെയായാലും ഒരു 3/4 ഭാഗം എണ്ണയോളം, അതായത് 1 കിലോ എണ്ണ വാങ്ങിച്ചിട്ട് ഇച്ചിരി എണ്ണയെ ബാക്കി വന്നുള്ളൂ. ബാക്കി അത്ര ഇതിൽ തന്നെ ചേർത്ത് മീൻ വറുത്ത് കോരാനും പിന്നെ അതേപോലെ തന്നെ അച്ചാറിടാനായിട്ടും എണ്ണ എടുത്ത്. അപ്പം പിന്നെ നല്ല പാടായിരുന്നു സംഭവം. ഞാൻ വിചാരിച്ച പോലെ അല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ. പിന്നെ നമ്മൾ അത്രയും മീൻ വറുത്തിട്ടൊക്കെ ഇത്രയാണ് കിട്ടിയത്. പിന്നെ ബാക്കി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലോണം ചതച്ചിട്ട് അത് ഇട്ട്, പിന്നെ അത് നല്ലോണം മൂപ്പിച്ച് അതിൽ പൊടികൾ ചേർത്ത് ഇളക്കിയൊക്കെ എടുത്ത്. പക്ഷേ അതൊക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ ഈ മീൻ വറുത്ത് കോരണതാണ് നല്ല പാടുള്ള ജോലിയായിരുന്നത്. മീൻ വറുത്ത് കോരാൻ നല്ല താമസമെടുത്ത്, അതേപോലെ മീൻ വൃത്തിയാക്കാനും. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റിൽ കിട്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതുപോലെ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇട്ടത് ഇതാണ് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ച് അതും ഇട്ട്, ഉപ്പും ഇട്ട്, പിന്നെ വിനാഗിരി നമ്മൾ വീത്തി, നല്ല വിനാഗിരി, അത് കുറച്ചേ വീത്തിയുള്ളൂ. ഞാൻ വിനാഗിരി തോനെ ചേർത്തില്ല. വിനാഗിരി കുറച്ച് വീത്തിയാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. പക്ഷേ കായം ഇടാൻ മറന്നുപോയി. കായവും കൂടെ ഞാൻ അത്രയും കായം ഇട്ട്, ഒരു ചെറിയൊരു ടിന്ന് കായം വാങ്ങിച്ച്, ചെറുതല്ല എന്നാലും ഒരു ടിന്ന് കായം വാങ്ങിച്ച് അത് കായം ഫുള്ളതിലിട്ട്. എൻ്റെ പാത്രവും ചെറുതായി പോയി കേട്ടോ അച്ചാറിടാൻ. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മീൻ വറുത്തതിട്ട് ഈ അച്ചാറിൻ്റെ ബാക്കി കൂട്ട് ശരിയാക്കിയതും കൂടി ഇട്ട് ഇളക്കിയെടുത്ത്. പക്ഷേ നല്ല സെറ്റ് അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പക്ഷേ കഷ്ടപ്പാടാണെങ്കിലും നല്ല കഷ്ടപ്പാടിനനുസരിച്ചുള്ള ടേസ്റ്റ് ഇല്ലാതെ ഒന്നുമല്ല. ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതിൻ്റെ കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത്.